ഏതാനും നിമിഷം മുമ്പ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴതിനകത്ത് എൻ്റെ ന്യൂസ് റീഡർ പറഞ്ഞ ഒരു വിശകലനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് എന്നെക്കൊണ്ട് ഈ മെസ്സേജ് അല്ല ഈ വാക്കുകൾ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. 2025-26 വർഷത്തിലെ കാട്ടാന ശല്യത്തിൽ നമ്മുടെ നാട്ടിലെ 19 മനുഷ്യ ജീവിതങ്ങൾ ഇല്ലാതായിത്തീർന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ അവർ പൊലിഞ്ഞുപോയി, മരിച്ചുപോയി. പറയാൻ വളരെ എളുപ്പമാണല്ലേ. ഈ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് കാലത്ത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, ആരും പ്രക്ഷോഭണത്തിനോ പ്രതിരോധത്തിനോ ഒന്നും പോകുന്നില്ല. എല്ലാം ഇങ്ങനെ നവകേരളവും പിന്നെ നവയുഗവും എല്ലാമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. യാത്രകളുടെ ബാഹുല്യമാണ് കാണുന്നത്. മനുഷ്യന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള പേരിൽ നടത്തുന്ന പേക്കൂത്തുകൾ, രാഷ്ട്രീയമായി പേക്കൂത്തുകളൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ അങ്ങ് ആനന്ദതുല്ലിതരായിട്ട് തീരുകയാണ് അല്ലേ. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും യാതൊരു വ്യത്യാസവും ഇല്ലാത്ത വനം വകുപ്പ് മന്ത്രി അതേ ഇങ്ങനെ മൂന്നാർക്കും തിരികെയില്ലാത്ത വിധത്തിൽ എന്തോ ഒക്കെ പറഞ്ഞിപ്പിക്കുന്നു. യാതൊരു കണക്ഷനും യാതൊരു ലോജിക്കും ഇല്ലാതെ വന്യമൃഗങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന കേട്ടുമ്പോൾ ഇദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നത്? മനുഷ്യകുലത്തിലെ അംഗം തന്നെയാണോ എന്നൊക്കെ തോന്നിപ്പോകും. യാതൊരു ഫീലിങ്ങും ഇല്ലാതെ, യാതൊരു സങ്കടവും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ തൻ്റെ വകുപ്പിനെയും തന്നെയും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വനം മന്ത്രി. മന്ത്രിസഭാ കൂട്ടായ്മ ഉണ്ടെന്നൊക്കെ പറയുന്നു. മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും അദ്ദേഹത്തെ സഹിക്കുകയാണോ, അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കുകയാണോ? എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി എന്ന് മനുഷ്യരൊക്കെ ചോദിക്കുമ്പോഴും അത് കേൾക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ ചുമ്മാ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. പ്രായം ആകുമ്പോൾ ഭരണമൊക്കെ അടുത്ത തലമുറയ്ക്ക് മുഖ്യമന്ത്രി അടക്കം കൈമാറിയിട്ട് വേണം ഈ ജനാധിപത്യത്തിൽ മുമ്പോട്ട് പോകേണ്ടതെന്നാണ് മനുഷ്യരൊക്കെ പറയുന്നതും വിവരമുള്ളവരുടെ ധാരണകളും. ഒരു പ്രായം കഴിഞ്ഞാൽ ഭരണവും ഭരണസാരഥ്യവും ഒക്കെ കൈയാളുവാനായിട്ട് മനുഷ്യനെന്ന നിലയ്ക്ക് ഇവരൊക്കെ സിദ്ധന്മാരോ അല്ലെ അസാമാന്യ മനുഷ്യരോ ഒന്നും ആണെന്ന് തോന്നുന്നുമില്ല, പ്രവർത്തനത്തിലും വാക്കുകളിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ ജനാധിപത്യത്തിന് മൂല്യം കൊടുക്കണം. ജനങ്ങളെ അറിയുന്ന, ജനാധിപത്യത്തെ തിരിച്ചറിയുന്ന, ജനാധിപത്യം എന്താണെന്ന് ഒരു പക്ഷേ ഒരു എൻട്രൻസ് പരീക്ഷയൊക്കെ നടത്തിയിട്ട് വേണം കാൻഡിഡേറ്റ്സിനെ, മത്സരാർത്ഥികളെ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കാൻ എന്നെനിക്ക് തോന്നുകയാണ് അല്ലേ. രാഷ്ട്രീയമൊന്നും പറയുന്ന ആളല്ല ഞാൻ. എൻ്റെ സങ്കടം കൊണ്ട് ഇന്ന് ഈ വാർത്ത കേട്ടപ്പോൾ നിസ്സഹായരായ മനുഷ്യർ ആനപ്പകയില്ല, കാട്ടാനപ്പകയില്ല, ഒന്നും ചെയ്തിട്ടല്ല. കാട്ടാന ഇറങ്ങി ഒരുമാതിരി വില്ലന്മാരെ പോലെ മനുഷ്യനെ ചവിട്ടി മെതിച്ചും വലിച്ചു കീറിയും കുത്തിയുമൊക്കെ കൊല്ലുന്നത് കണ്ടിട്ട് യാതൊരു മനംമാറ്റവുമില്ലാത്ത ഒരു ജനാധിപത്യ ഭരണം, പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും വലിയ സങ്കടങ്ങളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലും ആര് ഭരിക്കണമെന്നുള്ള ചങ്കെടുപ്പിലുമാണ് ഇവരൊക്കെ. മനുഷ്യരാണ്, വോട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. കാട്ടാനയ്ക്കല്ല വോട്ടുള്ളത്, മനുഷ്യർക്കാണ് വോട്ടുള്ളത്. വന്യമൃഗങ്ങൾക്കല്ല ജനാധിപത്യ സ്ഥിതിയിലെ ഭരണമുള്ളത്. മനുഷ്യ സമൂഹത്തെ സംരക്ഷിക്കുന്നതിനാണെന്നുള്ള തിരിച്ചറിവ്, വകതിരിവ് അല്പമെങ്കിലും ഭരണകർത്താക്കൾക്കുണ്ടാകണം എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ആർക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ അധികാരം നേടുന്നത്? ആര് ഭരിച്ചാലും നമുക്കൊക്കെ ഈ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞതുപോലെ ജനാധിപത്യം നമ്മളെ നന്നാക്കാനാണെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന നെട്ടോട്ടത്തിൽപ്പെടുന്ന തെക്ക് തൊട്ട് വടക്ക് വരെയും വടക്ക് തൊട്ട് തെക്ക് വരെയും ഒക്കെ യാത്രകളും റാലികളും ഒക്കെ നടത്തി പണപ്പിരിവും ധൂർത്തും കൊണ്ട് നടത്തിക്കൊണ്ട് അർമാദിച്ച് നടക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കേരളത്തിന് ഏതെങ്കിലും വിധത്തിൽ നന്മയ്ക്ക് കാരണമാകുമോ എന്ന് സംശയിച്ചാൽ അതിനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ജനങ്ങൾ ഉണരേണ്ട സമയമായി. അവരെയാണ് വന്യമൃഗങ്ങൾ വേട്ടയാടുക. ഒരു രാഷ്ട്രീയക്കാരനും
ഒരു ഭരണത്തിലുള്ളവരും ഒരു വിധത്തിലും ആരാലും മൃഗങ്ങളാലോ വന്യമൃഗങ്ങളാലോ പേപ്പട്ടികളാലോ മനുഷ്യരാലോ ഒന്നും ആക്രമിക്കപ്പെടുന്നില്ല. പിന്നെ നാട്യങ്ങളും നാടകങ്ങളും ഒക്കെയാണ് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നതെന്ന് തിരിച്ചറിയുക. നമ്മുടെ കാര്യം നോക്കാൻ നമ്മളേ ഉള്ളൂ എന്ന് ഈ മലയോര കർഷകരും അവരോട് ആഭിമുഖ്യമുള്ള സമൂഹ നേതാക്കളും മതനേതാക്കളും ഒക്കെ തിരിച്ചറിയണം എന്ന് അവരെയും ഓർമ്മിപ്പിക്കുകയാണ്. നിസ്സഹായരായ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരായ ജനതകൾ വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുകയും തിന്നപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് യാതൊരു വിധത്തിലുള്ള പ്രതികരണ ശേഷിയുമില്ലാത്ത സാംസ്കാരിക നായകന്മാരും സാമൂഹ്യ വക്താക്കളുമൊക്കെ അവരേത് ലോകത്താണ് ജീവിക്കുന്നത് തിരിച്ചറിയണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ സങ്കടം സമൂഹത്തിൻ്റെ സങ്കടമാണെന്ന് കരുതി ഞാൻ ഇങ്ങനെ പ്രതികരിക്കുകയാണ്. രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമില്ല. രാഷ്ട്രീയ നിലപാട് കാണും, പക്ഷെ രാഷ്ട്രീയം പറയാറില്ല. ഇത് രാഷ്ട്രീയമല്ല, ജനങ്ങളുടെ വന്യമൃഗങ്ങളുടെ ചവിട്ടേറ്റും കുത്തേറ്റും അവരാൽ ആക്രമിക്കപ്പെട്ടുമൊക്കെ പിടഞ്ഞു വീണ് ഒന്ന് അയ്യോ എന്ന് വിളിക്കുന്നതിന് പോലും, ദൈവമേ എന്ന് വിളിക്കുന്നതിന് പോലും സമയം കൊടുക്കാതെ കൊല്ലപ്പെടുന്ന ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ നിലവിളിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുക. ആർക്കെങ്കിലും കാതു തുറക്കുന്നെങ്കിൽ തുറക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.